ഈവനിങ്, ഞാൻ അജീഷ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ തറവാടിൻ്റെ ഭക്ഷണ വിശേഷമാണ് പങ്കുവച്ചതെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ പറയുന്നത് അവരുടെ ചാരിറ്റി പ്രവർത്തനത്തെക്കുറിച്ചാണ്. തങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് നൽകുന്ന തറവാടിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളെ അറിയുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ അവരുടെ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും തറവാടിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ബിസിനസ്സിൽ മാത്രമല്ല, ചാരിറ്റി പ്രവർത്തനങ്ങളിലും തറവാടിൻ്റെ പേര് ഫേമസ് ആണല്ലോ. അത് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിറ്റി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കമ്മ്യൂണിറ്റിക്ക് എന്ത് സപ്പോർട്ട് തിരിച്ച് ചെയ്യാൻ പറ്റും, അത് ഒത്തിരി വലുതൊന്നുമല്ല, നമ്മളാൽ ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ഈ ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ സെയില് ഞങ്ങളൊരു കവറിലാക്കി മാറ്റി വെച്ചേക്കാണ്. ഒരു ചാരിറ്റി അല്ലെങ്കിൽ ഒരു ചാരിറ്റി രീതിയിൽ കൊടുക്കണമെന്നല്ല, പക്ഷേ ആർക്ക് കൊടുക്കണമെന്ന് നമുക്കറിയത്തില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ബാരി എന്ന് പറഞ്ഞ് ജോൺ വിച്ച് എന്ന് പറഞ്ഞ ആളാണ് ഈ ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജ് നടത്തുന്നത്. പക്ഷേ പുള്ളിയുടെ ഒരു ഫ്രണ്ടാണ് ബാരി. പുള്ളി വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കലണ്ടർ തന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജ് നാട്ടിൽ നടത്തുന്നുണ്ട്. അവർ ഹാലിഫാക്സുകാരാണ്, പക്ഷേ അവർ നാട്ടിൽ അങ്ങനെ ഒരു ചാരിറ്റി നടത്തുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പം പെട്ടെന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഓക്കെ, ഞാൻ താങ്കൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാന്നുള്ള രീതിയിൽ ഞാൻ ആ കാശെടുത്ത് പുള്ളിയുടെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ നമുക്ക് ഇപ്പം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും ഞങ്ങൾ അവർക്ക് വേണ്ടി ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജിന് വേണ്ടി ഒരു ചാരിറ്റി ഡിന്നർ ചെയ്യും. അതായത് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ഒരു 5,000-6,000 പൗണ്ട് റേസ് ചെയ്യും. എല്ലാ വർഷവും ഞങ്ങളത് ചെയ്യും. ഞങ്ങൾ അതിൻ്റെ ഒരു പൈസയും ചാർജ് ചെയ്യല. അവർ ടിക്കറ്റ് വിറ്റ് ആളെ കൊണ്ടുവരും. 100-150 പേരെ കൊണ്ടുവന്നിട്ട് ആ പരിപാടി നടത്തും, ഡിന്നർ നടത്തും. എന്നിട്ട് ആ പൈസ മൊത്തം ചാരിറ്റിയിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അവരൊരു ഭയങ്കര അടിപൊളി ഗ്രൂപ്പ് ഓഫ് റിട്ടയർഡ് പീപ്പിളാണ്. അവർ ഒരു പൈസ പോലും ചാർജ് ചെയ്യാതെ നമ്മുടെ നാട്ടിൽ ഒരു 10-100 പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു അനാഥാലയം, അതായത് ഒരു ഫാമിലി എൻവയോൺമെൻറ്റിൽ, അതായത് ഒരു വീട്, ഒരമ്മ, 10 പിള്ളേർ, അത് ചേർത്തലയിലാണ് അവർ നടത്തുന്നത്. ഒരു മസ്റ്റ് വിസിറ്റാണ്. ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബ്യൂട്ടിഫുൾ. അത് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും അവിടെ നാട്ടിൽ പോകുമ്പോൾ ഞങ്ങളവിടെ പോകാറുണ്ട്. പക്ഷേ ഒരു ഭയങ്കര ഫാമിലി എൻവയോൺമെൻറ്റിൽ ആരും നോക്കാനില്ലാത്ത ആൾക്കാർ അവർ ഇവിടുന്ന്, അതായത് ഇവിടെയുള്ള ആൾക്കാർ നാട്ടിലൊരു അനാഥാലയം നടത്തുക. അനാഥാലയം എന്ന് പറയാൻ പറ്റത്തില്ല, ലുക്കിംഗ് ആഫ്റ്റർ, നമുക്ക് അങ്ങനെ ആ ഒരു വേർഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിലും ഭയങ്കര മനോഹരമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ലോക്കലായിട്ട് ഇവിടെ തന്നെ ഞങ്ങൾ കുറച്ച് പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ ഫുട്ബോൾ ടീമുകൾ, ക്രിക്കറ്റ് ടീമുകൾ, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ക്രിക്കറ്റ് ടീമുകളൊക്കെ കുറേ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അവരുടെ എല്ലാം ഞങ്ങൾ സ്പോൺസർ ചെയ്യാറുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ലോക്കലായിട്ടുള്ള ചാരിറ്റികളെല്ലാം ഓണം പരിപാടി, അതായത് നമ്മുടെ മലയാളി കൾച്ചറൽ അസോസിയേഷൻ പരിപാടികൾ, ഇവിടെയുള്ള കുറേ അസോസിയേഷൻ ഉണ്ട്, അവരെല്ലാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചെറിയ രീതിയിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾ അങ്ങനെ നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഒത്തിരി ആൾക്കാർ പറയാറുണ്ട്, അവരുടെ കസ്റ്റമേഴ്സ്, അവരുടെ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് 2 times ഗിവ് ആൻഡ് ടേക്ക് പോളിസി അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ അവർ സപ്പോർട്ടും ചെയ്യാറുണ്ട്. എന്താണ് തറവാടിന്റെ ഒരു സക്സസ് സീക്രട്ട്? ഞങ്ങളുടെ ഏറ്റവും വലിയ സക്സസ് സീക്രട്ട് ഞങ്ങളുടെ ടീമാണ്, ടീം തറവാട്. അപ്പം നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ ഈ ടീമാണ് ഞങ്ങളുടെ എല്ലാ വിജയത്തിനും പിന്നിൽ. ഞങ്ങളൊരു 10 പേരായിട്ട് തുടങ്ങിയ ഒരു ചെറിയ ടീമായിരുന്നു. അതിപ്പം വളർന്ന് ഒരു 60 പേരോളമായി. ഞങ്ങൾ ഇനിയും അത് വളർത്തുകയാണ്. അതായത് ഞങ്ങൾ പുതിയ റെസ്റ്റോറൻറ്റ് ഉയരെ എന്ന് പറഞ്ഞൊരു പുതിയ 400 കവർ റെസ്റ്റോറൻറ്റ് തുറക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങളുടെ ടീം ഇനിയും വളരെയാണ്. അതായത് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ വിജയരഹസ്യം. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അവരുടെ ആണ് ഈ സക്സസ് എല്ലാം അവർക്ക് അർഹതപ്പെട്ടതാണ്. അപ്പോൾ ബിസിനസ് രംഗത്തും ചാരിറ്റി രംഗത്തും പുതിയ സംരംഭങ്ങൾ വീണ്ടും പേര് പോലെ തന്നെ ഉയരങ്ങളിൽ എത്തട്ടെ, തറവാട് പോലെ ഇതിന് ഒരുപാട് വിപുലീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെയധികം നന്ദി, നമസ്കാരം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പങ്കുവച്ചത് തറവാടിൻ്റെ ഭക്ഷണവിശേഷത്തിനോടൊപ്പം അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. പുതിയ ഒരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അജീഷ്.